അങ്ങനെ നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള പാമ്പൻ പാലത്തിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള രണ്ട് കടലുകൾ, അതായത് ശാന്തസുന്ദരമായ നമ്മുടെ അറബിക്കടലും രൗദ്രഭാവമാർന്ന ബംഗാൾ ഉൾക്കടലും തമ്മിൽ കൂടിക്കലരുന്ന പ്രകൃതിയുടെ അതിനിർവചനീയമായിട്ടുള്ള നിമിഷങ്ങൾ നമുക്കിവിടെ ആസ്വദിക്കാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഒരുപാട് സഞ്ചാരികളുണ്ട്. ഒരുപാട് സഞ്ചാരികളെ ഒഴിപ്പിക്കുന്നുണ്ട്. കാരണം സമയം 5-5:30 അടുക്കാണ്. സൂര്യൻ ഇങ്ങനെ ഞാനിപ്പോൾ പോകണോ അതോ നിൽക്കണോ എന്നൊന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ബംഗാൾ ഉൾക്കടലിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇതിൻ്റെ കൂറ്റൻ തിരമാലയാണ് ഇപ്പോൾ ഇവിടെ അടിക്കുന്നത്. അത് ബംഗാൾ ഉൾക്കടലിൽ നിന്നും വളരെ അതിശക്തമായ തിരമാലയാണ്. ഇപ്പോൾ തിരമാല അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാഴ്ച മറയുന്ന രീതിയിലുള്ള മഞ്ഞുകളാൽ ഇവിടെ മൂടപ്പെടുമെന്നാണ് ഇവിടെ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസുകാരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടുന്ന് പിരിഞ്ഞു പോകണമെന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട്. സഞ്ചാരികളാണ്, ഒരുപാട് ദൂരെ നിന്ന് വരുന്നവരാണ്, അവർക്കിതെല്ലാം അറിയാം. എന്നാലും പിരിഞ്ഞു പോയേ പറ്റും. കാരണം ഒരു കാല് തെറ്റിയിട്ടുണ്ടെങ്കിൽ ബംഗാൾ ഉൾക്കടലിലായിരിക്കും വന്ന് വീഴുന്നത്. അറബിക്കടലിലാണ് പിന്നെ എങ്ങനെയും രക്ഷപ്പെട്ട് പോരാം. ഇതിലാണെങ്കിൽ ഒന്നും നടക്കുകയില്ല. കാരണം അതിൻ്റെ ഏറ്റവും എഡ്ജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് കടൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ കടലിങ്ങനെ രൗദ്രഭാവമാറുന്ന ശിവതാണ്ഡവം പോലെ ഇങ്ങനെ ആർത്തലറി നിൽക്കുന്ന നമ്മുടെ ബംഗാൾ ഉൾക്കടലിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിൽ നിന്നും വളരെ ശാന്തനായിട്ട് തിരകളെ ഏറ്റുവാങ്ങി അതായത് ഒരു തിരകൾ പോലും ഒരു ചലനം പോലും ഇല്ലാത്ത നമ്മുടെ അറബിക്കടലിൻ്റെ ഇപ്പുറത്ത് കാണാം. ഈ രണ്ട് കടലിൻ്റെയും ഈ സമീപത്തോടു കൂടിയായിരുന്നു അത്രേ അന്ന് നമ്മുടെ സാക്ഷാൽ ശ്രീരാമദേവൻ നിർമ്മിച്ച ലങ്കയിലേക്കുള്ള ആ വലിയ പാത. അതിൻ്റെ ഒരറ്റമാണ് ഈ കിടക്കുന്നത് എന്നൊക്കെ ഇവിടെ ആളുകൾ സങ്കല്പിക്കുന്ന. ബാക്കിയെല്ലാം നശിച്ചു പോയതാണ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണേലും ഈ മനോഹരമായ കാഴ്ച ഇത് വന്ന് കണ്ടിട്ടുള്ളവർക്കറിയാം. കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ കുടി ഒഴിപ്പിക്കുകയാണ്, എല്ലാത്തിനും ഒഴിപ്പിക്കുകയാണ്. ഇവിടുന്ന് കച്ചവടക്കാരെയും ആളുകളെയെല്ലാം ഇവിടുന്ന് മാറ്റുകയാണ്. കാരണം ശക്തി ആർജിച്ച് തരവരികയാണ്. ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. പാമ്പൻ പാലത്തിലൂടെ തിരിച്ചു പോവുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ അടുത്ത വിശേഷമായി കണ്ടുമുട്ടുമ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഗുഡ് ബൈ.